വെൽക്കം യൂട്യൂബ്. ഐ ആം അതുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയിൽ EWS കാറ്റഗറി, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറി എങ്ങനെ എനേബിൾ ചെയ്യാം, അവിടെ ഇതുപോലെ യെസ് എന്ന ബട്ടൺ എങ്ങനെ അലൗ ചെയ്യാം എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണണേ. അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണേണ്ടവർ നമ്മുടെ ചാനലിൽ തന്നെ കയറി നോക്കണേ. EWS സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. അതുപോലെ തന്നെ 10% റിസർവേഷൻ ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എക്കണോമിക് വീക്കർ സെക്ഷൻ ബില്ല് പാസ്സായതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് EWSൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളപ്പോൾ ഇനി എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ EWSൻ്റെ നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്ത് അവിടെ ബട്ടണിൽ എസ് ആക്കിയിട്ട് മാത്രമേ അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്യാൻ ശ്രമിക്കാവൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സൈറ്റിലോട്ട് പോയേക്കാം. അടുത്തതായി നമ്മൾ നേരെ സെർച്ച് ബ്രൗസറിൽ കയറിയിട്ട് കേരള PSC തുളസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പോർട്ടലിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ കേരള PSC തുളസി എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് നമ്മൾ നേരെ ആദ്യം കാണുന്ന നമ്മുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഹോം പേജിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കാണുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മുടെ സൈറ്റിലോട്ടാണ് കയറുന്നത്. ഇവിടെ നമ്മുടെ യൂസർ ID-യും അതുപോലെ തന്നെ പാസ്വേഡും നമ്മുടെ ആക്സസ് കോഡ് ആ ക്യാപ്ചയും നല്ല കറക്റ്റായിട്ട് അടിച്ചിട്ട് ലോഗിൻ കൊടുക്കുക. നിങ്ങൾ ഇനി പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചാലും നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂസർ ID-യും പാസ്വേഡും അതുപോലെ തന്നെ ക്യാപ്ചയും കറക്റ്റായിട്ട് അടിക്കുക. ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്ത് നമ്മുടെ നേരെ ഹോം പേജിലോട്ടാണ് കയറുന്നത്. ഈ ഹോം പേജിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിന് EWS അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ ഒരു ബോക്സ് അവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ EWS എന്നൊരു ചെറിയ ബോക്സും കാണാൻ പറ്റും. നമ്മുടെ ആ പേഴ്സണലിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് രണ്ടിലേതിലും ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ജസ്റ്റ് നമ്മുടെ ആ EWS എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത പേജിലോട്ടാണ് അത് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കിന് നമ്മൾ ആ EWSൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ബോക്സ് വരും. യു ബിലോങ് ടു ജനറൽ കാറ്റഗറി. നമ്മൾ ജനറൽ കാറ്റഗറിയിലുള്ള EWSന് അർഹരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ എപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നു ആ സമയത്ത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. അതിൻ്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബോക്സിൽ ആ താഴോട്ടുള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എസിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പെർമിഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഐ ഡു ഹെർബി ഡിക്ലെയർ ദാറ്റ് ഐ ബിലോങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആസ് പെർ ദ ഗൈഡ് ലൈൻ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. അതായത് നമ്മൾ EWS സർട്ടിഫിക്കറ്റിന് അർഹരാണ് എന്നുള്ള ഒരു ഡിക്ലറേഷനാണ് നമ്മൾ ആ ടിക്കിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിനുശേഷം മാത്രം ആ ഡിക്ലറേഷൻ കൊടുക്കുക. കേരള ഗവൺമെൻറ്റിൻ്റെ നിശ്ചിത വരുമാന പരിധിയും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പരിധിയും വീടിൻ്റെ വിസ്തീർണവും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അർഹരാണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാവൂ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ബ്ലൂ സേവ് എന്ന് എഴുതിയിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ലോഡിംഗ് ആയിട്ട് അടുത്ത പേജ് വരും. നമ്മുടെ EWSൻ്റെ അപ്ഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഒരു ബോക്സ് വന്നിരിക്കുന്നത്. അതിൽ ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ EWS സെക്ഷനിലായിട്ട് നമ്മളെ ചേർത്തു എന്ന് നമ്മൾ PSCയിൽ ആഡ് ആയി എന്ന ഒരു മെസ്സേജോ വന്നേക്കുന്നത്. നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റും കാര്യങ്ങളുമാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. EWS സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നില്ല. നമ്മൾ EWS കാറ്റഗറിയിൽ ഉള്ളതാണോ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിൽ യെസ് ഒന്ന് കൊടുക്കാൻ മാത്രമേ ഇപ്പോൾ ഈ PSCയിൽ അപ്ഡേഷൻ വന്നിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ അതായത് PSC അതോറിറ്റി ആവശ്യപ്പെടുമ്പോൾ മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. EWSൻ്റെ അപ്ഡേഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് ഹോം പേജിൽ EWSൻ്റെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ ഹോം പേജിൽ EWS ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ കണ്ട ആ മെസ്സേജ് തന്നെ നമ്മൾ EWS കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു മെസ്സേജ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ലഭിക്കും എന്നും അറിയാൻ കഴിയുന്നു. അതായത് റിസർവേഷൻ ബെനിഫിറ്റ് 10% കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്.
എക്കണോമിക് വീക്കർ സെക്ഷൻ ബില്ലിന്റെ പരിധിയിലാണ് EWS സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളും വരുന്നത്. EWS സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷത്തേനാണ്. നമ്മൾ PSC എക്സാം എഴുതി അതിന്റെ അതോറിറ്റി ഇത് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വില്ലേജ് ഓഫീസിൽ ചെന്ന് എടുക്കേണ്ടതാണ്. ആ സമയത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.